ഗൈസ്, ഇന്ന് നമുക്ക് കുറച്ച് പഴുത്ത കൂഴച്ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് ചക്കയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പ്ലാവിൽ നിറയെ ചക്ക കിടപ്പുണ്ട്, പക്ഷേ മഴ ആയതുകൊണ്ട് നമുക്ക് അതൊന്നും അടത്താനും പറ്റുന്നില്ല. ഉള്ള ചക്ക എല്ലാം പഴുത്തു പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എങ്ങനെ ചക്കയപ്പം ഉണ്ടാക്കിയെന്ന് കണ്ടാലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മൾ എടുത്തൊരു ചക്കയിലേക്ക് കുറച്ച് റവ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാവേ. ഇതിൽ ശർക്കര വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ, കാരണം നല്ല മധുരമുള്ള ചക്കയായിരുന്നു ഇത്. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി മധുരം മുന്നിൽ നിന്നോട്ടേന്ന് കരുതിയാണ് കേട്ടോ കുറച്ച് ശർക്കരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. അതിലേക്ക് ജീരകപ്പൊടിയും ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും തേങ്ങയും കൂടിയിട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആറുമുറി തേങ്ങയും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതിന്റെ വീഡിയോ ക്ലിപ്പ് എൻ്റെ മിസ്സായിപ്പോയി. നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മിക്സ് ഇനി നമുക്ക് വയനയിലേക്ക് അകത്തിട്ട് മടക്കി എടുക്കാവേ. അപ്പം നമ്മുടെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് നമുക്ക് ആവിയിൽ വെച്ച് വേവിച്ചെടുത്താൽ മാത്രം മതി. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിവിടെ രണ്ട് രീതിയിൽ വയനയിലേക്കകത്ത് മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് മടക്കി എടുക്കാവുന്നതാണ്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇഡ്ഡലി പാത്രത്തിലാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ വയനയില മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ മടക്കി വെക്കാൻ വേണ്ടിയിട്ട്. നല്ല മണം അടിക്കുന്നുണ്ട് വയനയിലയുടെ. ഇവിടെ നിന്ന് നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ. ഞാനിത് വൈകിട്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിളക്കൊക്കെ കൊളുത്തിയിട്ട് വന്നിട്ട് ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അടിപൊളിയായിട്ടാണ്. നിങ്ങൾ എന്തായാലും റവ വെച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.